So, welcome to week 27 Zoom session. We have completed almost 190 days of our EEP. So, today's our live session's theme is expanding horizons in English. അതായത് പുതിയ തലങ്ങളിലേക്ക് പുതിയ ഹൊറൈസണിലേക്ക് നമ്മൾ പോവാണ്. അഡ്വാൻസ്ഡ് സ്കിൽസ് ഫോർ കോംപ്രിഹെൻസീവ് മാസ്റ്ററി. നമ്മൾ ബേസിക്സ് കഴിഞ്ഞ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങളാണല്ലേ ഒരു ലാസ്റ്റ് ഒരു 4-5 വീക്സ് ആയിട്ട് നോക്കുന്നത്. ഓക്കെ, so we'll begin with our agenda. That is your last week. I think day 179 തൊട്ട് ഉള്ള ഒരു 7 days activity ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. That is advanced listening and comprehension challenges, creative use of English in everyday life, diving into technical English, the power of poetry and prose, articulating complex ideas clearly, reflective practice, and setting new learning objectives. Word of the day is jubilation. Jubilation. Okay, the meaning of the word is a feeling of or the expression of joy or exultation. സാധാ ഹാപ്പിനെസ്സും ജൂബിലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? ഇപ്പോ ഇവിടെ മെസ്സി ഫാൻസ് ഉണ്ടാവും, റൊണാൾഡോ ഫാൻസ് ഉണ്ടാവും, അല്ല, അപ്പൊ മറ്റൊരു ടീം തോൽക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കില്ലേ, അതിനെയാണ് ജൂബിലേഷൻ എന്ന് പറയാ കേട്ടോ. അപ്പൊ നമ്മൾ ആ കാണിക്കുന്ന ഒരു പ്രകടമാക്കുന്ന ഒരു സന്തോഷമില്ലേ, മറ്റൊരു ടീം തോക്കുകയും നമ്മുടെ ടീം ജയിക്കുകയും, ഇപ്പൊ ഇലക്ഷനൊക്കെ ശേഷം എന്താണ് നമ്മുടെ പാർട്ടി ജയിക്കുകയും മറ്റൊരു പാർട്ടി തോക്കുകയും അപ്പൊ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതിനെയാണ് ജൂബിലേഷൻ എന്ന് പറയുക. ഓക്കെ, സോ സാധാ ഹാപ്പിനെസിന്റെ ഒരു സിനോണിമായിട്ട് നമുക്കിത് പറയാൻ പറ്റില്ല. മറിച്ച് എന്താണ് എക്സ്പ്രഷൻ ഓഫ് ജോയ് ഓർ എക്സൾട്ടേഷൻ. എക്സൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊരു ടീമിന്റെ തോൽവിയിൽ നമ്മൾ സന്തോഷിക്കുക. മനസ്സിലായോ? There was jubilation in the crowd as the winning goal was scored. ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് ലാസ്റ്റ് അവസാനത്തെ ഗോൾ അടിച്ച സമയം എന്താണ്, ഒരു ജൂബിലേഷൻ, ദാറ്റ് ഇസ് എക്സ്പ്രഷൻ ഓഫ് ജോയ്. ഒരു ടീം തോറ്റതുകൊണ്ടാണല്ലോ ഒരു ടീം അവിടെ ജയിച്ചത്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? പ്ലീസ് ഗിവ് മീ സെന്റൻസസ് ഓഫ് യുവർ ഓൺ. ഡോണ്ട് ജൂബിലേറ്റ് എന്ന് പറയില്ല. നമ്മൾ എന്താ, ഐ വാസ് എക്സൈറ്റഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു യൂസിൽ തന്നെയാണ് നമ്മൾ ജൂബിലേഷൻ പറയുക. The entire country was filled with jubilation as they celebrated the end of long-term war. Wow, very good. Yes, very good sentence, Amina. അമീന അയച്ച ആക്ടിവിറ്റീസ് ഞാൻ നോക്കിയിരുന്നു. അതുപോലെ സ്വാദിഷിന്റെ വിമൻസ് ഡേ സ്പീച്ച് ഞാൻ കണ്ടിരുന്നു കേട്ടോ. ഇറ്റ് ഇസ് അറൌണ്ട് 6 minutes. ഇറ്റ്സ് എ വെരി ഗുഡ് സ്പീച്ച്. അതിൽ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓൾസോ BSW ചെയ്യുന്ന ഒരു മറിയ എനിക്ക് അയച്ചു തന്നിരുന്നു. Even I've gone through it. ഒരു ക്രിയേറ്റീവ് പീസ് അയച്ചു തന്നിരുന്നു. That is also good. വേറെ ആർക്കും സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റിയില്ല ഇത് വെച്ചിട്ട്? ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ ദ ടൈം ഇഡിയം ഓഫ് ദ ഡേ ഇസ് യെല്ലോ ജേർണലിസം. യെല്ലോ ജേർണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ജേർണലിസം ഇൻ വിച്ച് സെൻസേഷണൽ സ്റ്റോറീസ് ആർ യൂസ്ഡ് ടു ബൂസ്റ്റ് sales or biased reporting is used to change the reader's views on an issue. Both of these are unethical. അതായത് എന്താണ്, ന്യൂസിൽ ഉള്ള ന്യൂസിനേക്കാൾ കൂടുതൽ മസാല ചേർത്ത് ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ തെറ്റായ ന്യൂസ് എന്താണ്, ചാനൽസിന്റെ റേറ്റിംഗ് കൂട്ടാനും ന്യൂസ് പേപ്പേഴ്സിന്റെ റേറ്റിംഗ് കൂട്ടാനും വേണ്ടിയിട്ട് ഇല്ലാത്ത ന്യൂസുകൾ പുറത്തു വിടുക, അല്ലെങ്കിൽ വളച്ചൊടിച്ച ന്യൂസുകളെ പുറത്തു വിടുക, അത്തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് യെല്ലോ ജേർണലിസം എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ചാനൽ ഉണ്ടെങ്കിൽ വി ക്യാൻ ടെൽ ദാറ്റ് പ്ലീസ് ഡോണ്ട് ഫോളോ ദ ചാനൽ, ദേ ആർ ഡൂയിങ് യെല്ലോ ജേർണലിസം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് മീൻസ് അവര് എന്താണ് റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസുകളെല്ലാം ബയാസ്ഡ് ആണ്, ഏതെങ്കിലും ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് അൺഎത്തിക്കൽ. ഓക്കെ, സോ ഇഡിയം ഓഫ് ദ ഡേ ഇതാണ്, വേർഡ് ഓഫ് ദ ഡേ ഇതാണ്. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ സംവെയർ. We were in jubilation when our research paper got selected for publication. It is correct, but ഞാൻ പറഞ്ഞില്ലേ, ജൂബിലേഷൻ എന്നുള്ളൊരു വേർഡ് വരിക നമ്മൾ ഒരാളെ, ഒരു ടീം തോൽക്കുകയും മറ്റൊരു ടീം ജയിക്കുകയും ചെയ്യുന്ന സമയത്തുള്ള യൂസേജ് അല്ലേ. അപ്പൊ നമ്മുടെ പേപ്പർ പബ്ലിക്കേഷൻ സെലക്ട് ആവുന്ന സമയത്ത് നമ്മൾ എക്സൈറ്റഡ് ആയി എന്ന് പറയാം, ബട്ട് ജൂബിലേഷൻ എന്നുള്ളത് അതിനേക്കാൾ ആപ്റ്റ് ആയ വേർഡ് നമുക്ക് എക്സൈറ്റഡ് ആണ്. ഓക്കെ, the school was filled with jubilation as the Blue House won for sports. Very good, Aida. That's a good sentence. So let's begin. Advanced listening and comprehension challenges. ഇനി എന്റെ ഇൻപുട്സ് അധികം ഇല്ല, നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് ഇൻപുട്സ് തരികയാണ് വേണ്ടത്. ഡേ 179ന്റെ ആക്ടിവിറ്റി ആണ്. ഷെയർ എക്സ്പീരിയൻസസ് ആൻഡ് സ്ട്രാറ്റജീസ് ഫ്രം പ്രാക്ടീസിംഗ് അഡ്വാൻസ്ഡ് ലിസണിംഗ് സ്കിൽസ്, ഫോക്കസിംഗ് ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ഡൈവേഴ്സ് ആക്സൻസ് ആൻഡ് കോംപ്ലെക്സ് ഡയലോഗ്സ്. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ആരെങ്കിലും ഒന്ന് വായിക്കുകയോ ഇവിടെ ഷെയർ ചെയ്യുകയോ ചെയ്യാം കേട്ടോ. Amina, can you please read it out?
This video discusses that change requires a long period of time. Hadaki shares personal anecdotes and research findings to illustrate the meaningful change can occur in an instant. Also, the transformation to new habit from old habit is a slow process. She says to make a change, we have to seize the moment and start today. Hadaki also suggests that change is not defined by time, but by our willingness to take action and embrace new possibilities. ഓക്കെ താങ്ക് യു അമീന. ആൻഡ് അമീന ഇന്ന് നോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ലൈക്ക് പുതുതായിട്ട് കിട്ടിയ ഫ്രേസസ് ആണോ, പുതിയതായിട്ട് കിട്ടിയ സെന്റൻസ് സ്ട്രക്ചർ ആണോ, എന്താണ്, എന്ത് ഉദ്ദേശിച്ചാണ് ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ളത്? അല്ല മാം, ആ വീഡിയോ നോക്കിയിട്ട് അതിൽ നിന്ന് മനസ്സിലായ പോയിന്റ്സ് എടുത്ത് എഴുതിയതായിരുന്നു. ഓക്കെ, അപ്പൊ ആ വീഡിയോയിൽ മനസ്സിലാവാത്തത് എന്തായിരുന്നു ചെയ്തത്? ഞാൻ വീണ്ടും 2-3 തവണ കേട്ട് നോക്കി. ഫസ്റ്റ് കേട്ടപ്പോ മനസ്സിലായില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഫൈൻ, വെരി ഗുഡ്. ഓക്കെ ഗുഡ്. വാട്ട് അബൌട്ട് അതേഴ്സ്? വേറെ ആരുടെ ആക്ടിവിറ്റി എനിക്ക് ചാറ്റ് ബോക്സിൽ കിട്ടിയില്ല? ഇതൊന്നും ആരും ചെയ്യുന്നില്ലേ? വെരി ഡിസപ്പോയിന്റഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ദിവസങ്ങളായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഒരു ലെസ് ആക്റ്റീവ് ആവുന്നത്. കാരണം എന്റെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്സ് കുറഞ്ഞു. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്സ് ആണ് എനിക്ക് കിട്ടേണ്ടത്. നെക്സ്റ്റ് ഇസ് ക്രിയേറ്റീവ് യൂസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ എവറിഡേ ലൈഫ്. Share how you creatively incorporated English into your daily routines, highlighting any unique methods or resources used. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇപ്പോ ഞാൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചിരുന്ന ഒരു സ്റ്റുഡന്റ് പറഞ്ഞു തന്നതായിരുന്നു, ഞാൻ ഡെയിലി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ, എന്റെ ഡെയിലി റൂട്ടീൻ ചെയ്യുമ്പോൾ ഞാൻ അത് ഇംഗ്ലീഷിലും കൂടെ പറഞ്ഞു നോക്കും. മാവ് കുഴക്കുമ്പോൾ ഓക്കെ അത് എങ്ങനെയാണ് ചെയ്യുക, നമ്മള് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഇങ്ങനെ ഇളക്കില്ലേ, അതിന് അപ്പോഴാണ് സ്റ്റിറിങ്, അങ്ങനെ അങ്ങനെ വേർഡ്സ് സ്ഥിരമായി ആലോചിച്ച് ആള് വളരെയധികം ഫ്ലുവന്റ് ആയി. സോ അത്തരത്തിൽ എന്ത് രീതിയിലുള്ള മെത്തേഡ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? സോ നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള ഒരു ഐഡിയ കൂടെ കിട്ടും. ഹൗ ഹാവ് യു ക്രിയേറ്റീവ്ലി യൂസ്ഡ് or incorporated English into your daily routines, or what are the methods you are using, or what are the resources you are using? നിങ്ങൾ അതിവിടെ ഷെയർ ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടെ വളരെ ഹെൽപ്ഫുൾ ആവും. സെൽഫ് ടോക്കിംഗ്, ഓക്കെ വെരി ഗുഡ്. അതൊന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് സ്വാദിഷ്ണൊന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? സെൽഫ് ടോക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്? വാട്ട് കൈൻഡ് ഓഫ് തോട്ട്സ് ആർ യു ട്രൈയിങ്? ജോബ് റിലേറ്റഡ് ആണോ? I try to inculcate new words into my weekly lesson plan. Writing, very good, Ayata. Actually, I'm improving my English by self-talking only in my workplaces and I am doing workout also. So at the workout time also, while talking to others, there are so many people from different countries inside the gym itself. So I talk with them using the phrases the advanced. I'm trying to speak with advanced language and terms. Okay, nice. Thank you, Swadish. And Ayata, can you please unmute? Good evening, ma'am. Good evening, friends. Actually, we have a practice of writing lesson plan every week. So, while writing for each chapter, I try to use new words. Like, for example, I can give you a word called inquiry and enquiry. Both like just one letter difference is there, but it has a totally different meaning. So likewise, I use certain words like new vocabulary I try to use. Wow, very good, Ayata. And that is something everyone can follow. That is making a weekly lesson plan. That's a very good thing. Okay, thank you, Ayata. Thank you, ma'am. Sharon Sunu, are you here? Sharon, can you please unmute? Yeah, actually, I watched recently a lot of interviews in that a lot of new words I learned, and I try to speak. As I already mentioned, that I don't have any sort of friend circle with whom I can communicate, but I try to, as Swadish said, something like self-talking. I try to inculcate those words into my daily talk with my son, or even I try to write, make a note of what sentences could be made from that. Words like I even watch a lot of interviews where new words which we don't use in our day-to-day life.
A lot of words were different from because it was the interviews were from outside, outside the country. So the words were totally different from what we use in our daily basis. So I try to understand the meaning of it and try to write down in a notebook so that I can understand whether we can use it in a day-to-day life or not. A lot of words I have written in my notebook also. I was writing vocabulary, then there was a difference between simple English and native English. So what kind of a words, like I just wanted to mention few of the words, like let's get started, let's get the ball rolling. Like I'm crazy, and the words were I'm angry. Happy to Yeah, hear this. yeah. I will keep it a secret. Yeah, I can't decide. I'm on the fence. I decided. I made up my mind. I'll think about it. I'll sleep on it. Words which were simple. What happened, Sharon? ആദ്യമായിട്ടല്ലേ ഇവിടെ സംസാരിക്കുന്നത്? I've never heard you, I think. No. Second time, ma'am. Last time also I spoke. Nice. Anyway, I'm very happy to hear this. Like it's very evident from your speech that you've inculcated a lot of new phrases. Yeah. Yes, ma'am. Thank you. Thank you so much, Sharon. Thank you. Swapna, can you just share it here? Yeah, good evening, ma'am. I am on the way to my kids' school, ma'am. They are studying at Kotagiri near Ooty. So, ഞാൻ ഈ കോഴ്സിന് ചേരാൻ കാരണം തന്നെ ആ സ്കൂളിൽ മോസ്റ്റ്ലി ഐ വെൻ ഗോൺ ടു ദാറ്റ് സ്കൂൾ all the teachers and students are mostly talking in English. I can't, I am not, I did my degree, but I can't even talk to teachers and my kids also. So that's why I joined this course. Now I am very confident when we talk to kids from school. Mostly I am talking in English. That's very good. And I'm trying to improve every day, ma'am. I watched all the reels, and mostly I am alone in my home, and mostly I നേരത്തെയൊക്കെ യൂട്യൂബും അതിൻ്റെ അകത്ത് റീൽസും ഒക്കെ ആയിരുന്നു കാണുന്നത്. Now, okay. Nice. Very good, very good. Okay. Just a suggestion, നിങ്ങൾ റീൽസിനേക്കാൾ കൂടുതൽ നിങ്ങൾ കാര്യങ്ങൾ വായിക്കുന്നതും അതുപോലെ സ്പീച്ചസും നമ്മൾ ഈ 30 മിനിറ്റ്സ് ഷോർട്സ് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്തിട്ട് കണ്ടുപോകും. നമ്മൾ അതിൽ നിന്ന് പഠിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. റാദർ ഗോ ഫോർ ലോങ് വീഡിയോസ്. ലോങ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാൻ നോക്കുക കേട്ടോ. ആൻഡ് ഓൾസോ ദിസ് ഇസ് എ വെരി ഗുഡ് ടെക്നിക്. ലൈക്ക് ചാറ്റിംഗ് നമ്മളിപ്പോ ഡെയിലി ചെയ്യുന്നതാണ്. സോ ഇംഗ്ലീഷ് മനസ്സിലാവുന്നവരെടുത്താണെന്നുണ്ടെങ്കിൽ try to make it in English. Okay, most of us will be chatting in Manglish. So just shift it to English. So നമ്മുടെ chatting നടക്കും, നമ്മുടെ English improvement നടക്കും. Kavita has all started chatting with friends in English. Very good, very confident. ആരെയെ കുറിച്ച് പറഞ്ഞതായിരുന്നു തോന്നുന്നുണ്ട്. When I speak to anyone who don't know our mother tongue, I try to speak in English to communicate. Very good. അത് തന്നെയാണല്ലോ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ ഉദ്ദേശവും. Writing daily activities, incidents in a book or diary is a good practice. Okay, Geeta, that is also something everyone can take a note of. നമ്മുടെ ലൈഫിൽ എന്നും നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എഴുതി വെക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്താം നമ്മൾ. അതായത് ഡെയിലി നമ്മുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യം എഴുതണം. അത് ചിലപ്പോൾ നമ്മൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഫുഡ് കഴിച്ചതാവാം, നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ടിനെ കണ്ടതാവാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ബട്ട് മേക്ക് ഷുവർ യു റൈറ്റ് എ മൊമെന്റ് ഇൻ യുവർ ലൈഫ്, എ മൊമെന്റ് ഫ്രം എവറി ഡേ ഇൻ യുവർ ബുക്ക്. So that every day you are getting a writing practice. എഴുതുമ്പോൾ നമ്മൾ ആലോചിക്കും എങ്ങനെയാണ് സെന്റൻസ് ഫ്രെയിം ചെയ്യേണ്ടത്, how the sentence structure should be, which word should be used, is there any grammatical error, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. Okay, so അങ്ങനെ ഒരു daily writing habit is a very good thing. Thank you, Geeta, for that. Next is diving into technical English. Okay, just കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. Why do we need technical English? Technical English എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇറ്റ് ഇസ് നമ്മുടെ ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പേർപ്പസ് പറഞ്ഞില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഫീൽഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിനെയാണ് ടെക്നിക്കൽ ഇംഗ്ലീഷ് എന്നോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടെക്നിക്കൽ ഇംഗ്ലീഷ് ആർ ദോസ് വേർഡ്സ് ദാറ്റ് വി യൂസ്, ടെക്നിക്കൽ ടേംസ് ഇൻ സ്പെസിഫിക് ഫീൽഡ്. സൈക്കോളജിയിൽ ടെക്നിക്കൽ ടേംസ് ഉണ്ട്, മെഡിക്കൽ ഫീൽഡിൽ ടെക്നിക്കൽ ടേംസ് ഉണ്ട്, ബാങ്കിങ് ഫീൽഡ് ലൈക്ക് ടെക്നിക്കൽ ടേംസ് ഉണ്ട് അല്ലെ. സോ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഇമ്പോർട്ടൻസും അറ്റ് ദ സെയിം ടൈം ഇതെങ്ങനെ ഈ ടെക്നിക്കൽ ടേംസ് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാം, പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ടെക്നിക്കൽ ടീംസ് കീപ് അപ്ഡേറ്റിംഗ്.
അതായത് ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഒരു 10 കൊല്ലം മുമ്പ് യൂസ് ചെയ്തിരുന്ന വേർഡ്സ് ആയിരിക്കില്ല ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കീപ്സ് അപ്ഡേറ്റിംഗ്. സോ ഫസ്റ്റ് വൺ ഇസ് റീഡ് ഇൻഡസ്ട്രി സ്പെസിഫിക് ലിറ്ററേച്ചർ. കൂടുതൽ പുതുതായിട്ടുള്ള വാക്കുകൾ മനസ്സിലാക്കാനും നമ്മൾ വായിക്കണം. അതേസമയം എന്താണ്, നമ്മൾക്ക് ഉള്ള അറിവ് ഇംപ്രൂവ് ചെയ്യാനും we need to read. So to gain new technical terms also we should read. To improve our technical terms also we should read. Okay, ഒരു കുറച്ച് ബുക്സ് വായിച്ചു അതോടെ നിർത്തലല്ല, ബട്ട് മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. അത് ഏതെങ്കിലും നിങ്ങളുടെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സ്ഥിരമായി ഫോളോ ചെയ്യുക. അതിൽ വീക്ക്ലിയോ മന്ത്ലിയോ എല്ലാം അപ്ഡേറ്റ്സ് വരുന്നുണ്ടാവും. Then that is dive into books, articles and publications relevant to your field. Next is craft technical reports. നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഇപ്പോൾ ഒരു ഓഫീസിൽ പേർപ്പസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായ ടെക്നിക്കൽ റിപ്പോർട്ട്സ് ഉണ്ടാക്കി നോക്കുക, എഴുതി നോക്കുക. റൈറ്റിംഗ് ഇസ് എ വെരി ഗുഡ് ടെക്നിക് ഫോർ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. എഴുതുമ്പോൾ നമ്മൾ വൊക്കാബുലറി ശ്രദ്ധിക്കും, ഗ്രാമർ ശ്രദ്ധിക്കും, അതുപോലെ സെന്റൻസ് സ്ട്രക്ചർ ശ്രദ്ധിക്കും. So writing reports, manuals or documentation in your industry. Okay, that will help you to understand the right use of technical words. Participate in technical discussions. Engage in discussions, forums or online communities related to your field. ഈ പുതിയ വേർഡ്സ്, ഈ പുതിയ ടെക്നിക്കൽ ടേംസ് നമ്മൾ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നിക്കൽ ഡിസ്കഷൻസ്, അതായത് ഫീൽഡ് റിലേറ്റഡ് ഡിസ്കഷൻസിൽ നമുക്ക് ഭയങ്കര ഓഡ് വൺ ഔട്ട് ആയിട്ട് ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾക്ക് മനസ്സിലാവാതെ ഇരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെക്നിക്കൽ ഡിസ്കഷൻസിൽ കയറുക. അന്ന് അറിയാത്ത വേർഡ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണുക, അറിയാത്ത വേർഡ്സ് നോട്ട് ചെയ്യുക, അത് മനസ്സിലാക്കുക. സോ വെൻ യു വാച്ച് ദ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഒരു പകുതിയിലധികം കാര്യങ്ങൾ മനസ്സിലാവും, അതിൽ നിന്നും ബാക്കി മനസ്സിലാവാത്തത് മനസ്സിലാക്കിയിരിക്കുക. സോ എന്താണ്, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ടെക്നിക്കൽ ഡിസ്കഷൻസിന്റെ ഭാഗമാവുക. അതുപോലെ അറിയാത്ത കാര്യങ്ങൾ പുതുതായി പഠിക്കാനും we should be a part of technical discussions. Okay, today many free online forums, online communities, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലത്തെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സിലെല്ലാം നമ്മളുടെ ഫീൽഡ് റിലേറ്റഡ് അല്ലെങ്കിൽ സെയിം ഇൻട്രസ്റ്റുകൾ, സെയിം ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ ഉള്ള ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ ഇന്ന് മുമ്പത്തേക്കാൾ ഒരുപാട് ഈസിയാണ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നെക്സ്റ്റ് ഇസ് immerse yourself in technical lectures. That is, attend seminars, webinars or lectures specific to your industry. പലരും ഒരു PG ലെവൽ കഴിഞ്ഞാൽ വിചാരിക്കും ഇനിയും എന്തിനാണ് പഠിക്കുന്നത്, PG കഴിഞ്ഞു, ജോലി കിട്ടി. പക്ഷെ അങ്ങനെയല്ല. വി ഷുഡ് കണ്ടിന്യൂസ്ലി കീപ് ഇംപ്രൂവിങ് അവർ ഫീൽഡ് സ്പെസിഫിക് നോളജ്. ബിക്കോസ് വി ഷുഡ് ബി ബെസ്റ്റ് അറ്റ് വാട്ട് വി ആർ ഡൂയിങ്. നമ്മളൊന്നും കൊണ്ട് എല്ലാത്തിലും ബെസ്റ്റ് ആവുക എന്നുള്ളത് പറ്റില്ല. പക്ഷെ നമ്മൾ എന്തിലാണോ വർക്ക് ചെയ്യുന്നത്, നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണോ അതിൽ ബെസ്റ്റ് ആവാൻ സാധിക്കും. ചിലരുടെ ഹോബി അല്ലെങ്കിൽ പാഷൻ എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. അവർക്ക് പാട്ട് പാടാൻ അറിയില്ല, ബട്ട് ദേ ആർ ബെസ്റ്റ് അറ്റ് കുക്കിംഗ്. There are some people who only sings, but they are best at singing. Okay, so എന്താണ്, immerse yourself in technical lectures. നിങ്ങളുടെ സ്പെസിഫിക് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ലെക്ചേഴ്സിൽ ഇൻവോൾവ് ആവുക. അത് ഓൺലൈൻ ആവാം, ഓഫ്ലൈൻ ആവാം, സെമിനാർ, വെബിനാർ, കോൺഫറൻസ്, ഏത് രൂപത്തിലും ആവാം. നെക്സ്റ്റ് ഇസ് delve into case studies and documents. കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയൽ ലൈഫ് നമ്മളുടെ ഫീൽഡിൽ റിയൽ ലൈഫ് നടന്നിട്ടുള്ള ഇൻസിഡൻസിനെ ഒരു റിസർച്ച് രൂപത്തിലാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കേസിനെ ഇൻ ഡെപ്ത് പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുക. നമ്മളുടെയൊക്കെ അധികം പേരുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ കാണാം കേസ് സ്റ്റഡീസ്. നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഏരിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ഇൻസിഡൻസിന്റെ ഇൻ ഡെപ്ത് റിസർച്ച് ചെയ്ത് അത് പ്രസന്റ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ delve into case studies and documents. ഇത് നമ്മളുടെ വൊക്കാബുലറിനെയും അതുപോലെ റിയൽ ലൈഫ് എക്സാമ്പിൾസുമായി കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനും ഇത് നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് ഇസ് യൂസ് വൊക്കാബുലറി ഫ്ലാഷ് കാർഡ്സ്. ദാറ്റ് ഈസ്, നമ്മൾ ഇന്നൊരു ടെക്നിക്കൽ വേർഡ് പഠിച്ചാൽ അത് നമുക്ക് ഡെയിലി ലൈഫിൽ എന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ വരില്ല. പക്ഷെ അത് ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് ഉപയോഗിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, എനിക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്, ഓരോ വേർഡ്സ് ഓരോ ആവശ്യത്തിന് പഠിച്ചു വെക്കും, പക്ഷെ പിന്നെ മറക്കും, ബിക്കോസ് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട്. സോ യൂസ് വൊക്കാബുലറി ഫ്ലാഷ് കാർഡ്സ്. അതൊരു വൊക്കാബുലറി ബുക്ക് പോയോ അല്ലെങ്കിൽ ഒരു കാർഡ് ഫോമാറ്റിൽ എഴുതി വെക്കുക.
so that you can regularly review these cards. That will help you remember these words and recollect it whenever you are in a need. Okay. So this is the importance of understanding and using technical English within specific field. Okay. I hope it's clear. The power of poetry and prose. That was another activity, le? Power of poetry and prose. Power of poetry and prose. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഏതെങ്കിലും പോയട്രി ഓ പ്രോസ് ഓ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആയിട്ട് തന്നിട്ടില്ലേ കൃത്യമായിട്ട് ഐ തിങ്ക് ഫിക്ഷൻ വേഴ്സസ് നോൺ ഫിക്ഷന്റെ ആണത് ഡേ 183 ഷോർട്ട് പീസ് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിരുന്നു. റിമെമ്പർ, കെൻ യു പ്ലീസ് ഷെയർ ഇറ്റ് ഹിയർ? ഓക്കെ, അന്ന് വേറെ ആരും ചെയ്യാത്ത സ്ഥിതിക്ക് ഞാൻ ഇവിടെ ഒരു ആക്ടിവിറ്റി തരാം. Everyone take time. ഞാൻ ഒരു 3-4 minutes അല്ലെങ്കിൽ ഒരു 5 minutes time തരാം. ഇപ്പോൾ it is 8:33. 8:39, 6 minutes time there. Read Amina's story and give a review of that story. Ellaru story on the vaike. Okay, please do go through Amina's story. Who can, ma'am, I've finished. According to me, she has written it well with good vocabulary and thoughts. Should congratulate on her work. Very good work, Amina. Go ahead. Any story no summarize idoda parayan sadhikya. Sumitra Vijay Chandran, can you do it? Sumitra Vijay Chandran. Yeah, the thing is that I only joined it recently. In the last class was my first class. So, Okay. and this is my second class actually. Okay, fine. So can you just give a small review of the story, and if there is any constructive criticism, you can also mention that. I don't think so there is any special thing to say about any criticism about the work. As far as I have read it. Okay, can you just elucidate the theme of the story? The theme was that actually, according to me, I felt that she was in a dream, that she was giving more time to cinematic things, and so she thinks that she will at the end of the exams, when the exams are coming, she feels that she will not come over it. So suddenly her mother comes and wakes her up, and she feels that she has got an ambition of becoming a doctor, and so she's a little bit scared, I feel. So her mind works and thinks that that she is being she's not working very hard, so she's dreaming about it actually. Okay, so idu thaniyana Amina, is it what you tried to convey in the story? A daydreaming girl with a totally different ambition in life. Okay. Yes. Okay, Aita has just given it in one line. Very good. That is like exact, precise Aita Parangton. And also thank you, Sumitra, so much for coming up and speaking. Thank you so much. Okay. Thanks. Okay, so Amina, ഇവരൊക്കെ പറഞ്ഞത് തന്നെയാണോ അമീനെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? Is it what you actually tried to convey through the story? Okay, thank you. And Amina deserves a very big clap, and all others deserve some sort of punishment. ഇതിങ്ങനെ ഒരു ഓൺലൈൻ സെറ്റപ്പ് ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഇമ്പോസിഷൻ തരാനൊന്നും പറ്റുന്നില്ല. Look, out of 51 people here, okay, 50 ഒരാള് ഞാനാണ്. Excluding me, there are 50 participants here. That is 50 students are here, and it is just one. That is very sad. 10 വട്ടം ടൈപ്പ് ചെയ്തിടാൻ അല്ലേ? That you people can copy paste. അവിടെ കഷ്ടപ്പാട് വരുന്നില്ല, അത് പണിഷ്മെന്റ് ആവുന്നില്ല. വെറുതെ ഈ ചാറ്റ് ബോക്സ് നടക്കാന്നല്ലാണ്ട് അതിൽ കാര്യമില്ല. എഴുതി കൈ കളക്കണം. ആക്ടിവിറ്റി ചെയ്യാത്ത ആൾക്കാരോടാണ്, നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് ചെയ്യാത്ത, വെറും 10 മിനിറ്റ്സ് മാത്രം വേണ്ട ടാസ്ക് ചെയ്യാത്ത ആൾക്കാരോടാണ് ഞാൻ imposition എഴുതി അയക്കാൻ പറയുന്നത്. There is no point in that. I am disappointed. I am sad. I am only happy for Amina. എനിക്കിങ്ങനെ ഒരാള് മാത്രം ബെറ്റർ ആവുന്നത് കണ്ടിട്ട് എനിക്ക് അതിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. I aim for betterment of everyone. Like we are a team. ഇവിടെ നമ്മളൊരു ടീമാണ്. Ma'am, let me know when you have given the work. Geeta, are you not getting the daily task through your mentor? നിങ്ങളുടെ mentors നിങ്ങൾക്ക് daily activities
ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട്. ഗീതക്ക് അത് കിട്ടുന്നില്ലേ? ഓക്കെ, ഗീത കെൻ യു? ഓക്കെ സ്വാതിഷ്, ഐ മീൻ ഇവിടെ എല്ലാരും തിരക്കിലാണ്, പക്ഷെ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചല്ലേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് സ്റ്റോറി ഇപ്പൊ അമീൻ എഴുതിയത് അത്യാവശ്യം വലിയ സ്റ്റോറി ആയിരുന്നു, അത്രയും വലുതൊന്നും വേണം എന്നില്ല. ഡെയിലി നമ്മൾ കൺസിസ്റ്റൻസി ഇസ് ദ കീ എന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെയിലി ടാസ്ക് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൺഡേ പോലും ഫസ്റ്റ് നമ്മൾ വിചാരിച്ചിരുന്നു സൺഡേസ് വേണ്ട, അല്ലെങ്കിൽ EP ലൈവ് സെഷൻസ് ഉള്ള ട്യൂസ്ഡേസ് ആക്ടിവിറ്റി വേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ വി തോട്ട് നോ, ആ ഒരു ഫ്ലോ ബ്രേക്ക് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതൊരു ഡെയിലി ബേസിസിൽ തന്നെ കൊണ്ടുപോകുന്നത്. ഇറ്റ്സ് ഓക്കെ. സോ ഗീത പ്ലീസ്, ഗീതക്ക് ഒരു മെന്റർ ഇല്ലേ? ഹോപ്പ് യു ഹാവ് എ മെന്റർ, ഇസ്ന്റ് ഇറ്റ്? യെസ്, പ്ലീസ് ടെൽ യുവർ മെന്റർ. ഓക്കെ, EPയുടെ ഡെയിലി ടാസ്കുകൾ ഗീതക്ക് കിട്ടുന്നില്ല എന്നൊന്ന് മെന്ററിനെ അറിയിക്കും കേട്ടോ. ഓക്കെ ഫൈൻ അക്ഷര, ഐ വിൽ ഓൾസോ കോൺടാക്ട് ഹെർ. യു ഓൾസോ ജസ്റ്റ് ടെൽ ഹെർ എനിക്ക് EPയുടെ ഡെയിലി ടാസ്കുകൾ കിട്ടുന്നില്ല, മെന്റർ ചിലപ്പോൾ മിസ് ചെയ്ത് പോയിക്കുന്നതോ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ആർട്ടിക്കുലേറ്റിംഗ് കോംപ്ലെക്സ് ഐഡിയാസ് ക്ലിയർലി. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ ഒരു EP സെഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് മലയാളത്തിലല്ലേ ക്ലാസ് എടുത്തിരുന്നത്. കാരണം എന്തുകൊണ്ടായിരുന്നു? അന്ന് നമ്മൾ ബേസിക് ഇംഗ്ലീഷ് ആയിരുന്നു പഠിച്ചിരുന്നത് എന്നുണ്ടെങ്കിലും ഇവിടെ അധികം ആൾക്കാർക്കും അത് പുതിയതായിരുന്നു, അതുകൊണ്ട് തന്നെ അത് കോംപ്ലെക്സ് ആയിരുന്നു. സോ ഇത്തരത്തിൽ കോംപ്ലെക്സ് ഐഡിയാസ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബേസിക്, ഇപ്പോ I can simply tell today morning I ate dosha for my breakfast, then I went to school, I studied my maths and social at school, I played with my friends during the interval, after coming back home I did my homework. കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കോംപ്ലെക്സ് ഐഡിയാസ് ഒന്നും തന്നെ ഞാനിവിടെ കൺവേ ചെയ്തിട്ടില്ല. എനിക്ക് വളരെ എന്താണ് SVO, സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട് എന്ന സ്ട്രക്ചറിൽ എനിക്ക് സെന്റൻസുകൾ പറഞ്ഞു പോവാം. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു കോംപ്ലെക്സ് ഐഡിയ, അത് നമ്മളുടെ കമ്പനിയിൽ ഒരു പുതിയ പ്രൊജക്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കോൺസെപ്റ്റുകൾ. ഇപ്പൊ എല്ലാ ഫീൽഡിലും പുതിയ പുതിയ കോൺസെപ്റ്റുകൾ വരുന്നില്ലേ പുതിയ സ്റ്റഡീസിന്റെ ബേസിൽ. ഇപ്പൊ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് എന്നൊരു രോഗം ഇല്ല. ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരു പുതിയ കോൺസെപ്റ്റ് ആണ് കോവിഡ് എന്നത്. ഓക്കെ, സോ ഇത്തരത്തിൽ പുതുതായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ കോംപ്ലെക്സ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു വലിയ ഈവന്റ് 5 ലക്ഷം പേര് വരാൻ പോകുന്ന ഒരു ഈവന്റ് നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അതിന്റെ ഇടയിൽ വോളണ്ടിയേഴ്സ്, മീഡിയ മാനേജിങ്, ഗസ്റ്റിനെ റിസീവ് ചെയ്യൽ, ഒരുപാട് കോംപ്ലെക്സ് വർക്കുകൾ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ യുൽ ഹാവ് ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. യുൽ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് എ ലോട്ട് ഓഫ് കോംപ്ലെക്സ് ഐഡിയാസ്. സോ ഹൗ ടു ആർട്ടിക്കുലേറ്റ് കോംപ്ലെക്സ് ഐഡിയാസ് ക്ലിയർലി? First one is know your purpose. That is, don't overcomplicate your idea. എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി ധാരണ ഉണ്ടായിരിക്കുക. അതിന്റെ കൂടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂട്ടിക്കുഴക്കരുത്. Okay, we are already trying to communicate a complex idea, so don't just overcomplicate it. Okay, next one is know your audience. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് ആരാണ്, ഏത് രീതിയിൽ പറഞ്ഞാലാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുക, അവർക്ക് എത്രത്തോളം ഇതിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ വന്നപ്പോ ഇപ്പൊ A for apple, B for ball, അത്രയും ബേസിക് ലെവലിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഡിഡ് വി സ്റ്റാർട്ട് വിത്ത് അവർ ആൽഫബറ്റ്സ്? നമ്മൾ ആൽഫബറ്റ്സിൽ നിന്നാണോ തുടങ്ങിയത്? ചാറ്റ് ബോക്സിൽ റിപ്ലൈ തരൂ. ഡിഡ് വി സ്റ്റാർട്ട് വിത്ത് ദി ആൽഫബറ്റ്സ്? നോ. വൈ? ബിക്കോസ് ഇവിടെ ഉള്ള എല്ലാവർക്കും ABCD അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഒരു 26 ആൽഫബറ്റ്സ് അറിയാം എന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടാണ്. ബിക്കോസ് മൈ ഓഡിയൻസ് അല്ലെങ്കിൽ മൈ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എന്റെ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് ആൽഫബറ്റ്സ് അറിയാം എന്നറിയുന്നത്. വീണ്ടും ഞാനത് പറഞ്ഞു വെറുതെ എന്റെ എനർജിയും നമ്മുടെ എല്ലാവരുടെയും എനർജിയും ടൈമും കളയേണ്ട ആവശ്യം ഇല്ല. വി സ്റ്റാർട്ടഡ് വിത്ത് ബേസിക് സെന്റൻസ് ഫോർമേഷൻ, adjectives, nouns, അല്ലേ? സോ knowing your audience while communicating something complex is important. തീരെ അറിയാത്ത, ഇപ്പൊ ABCD അറിയാത്തവർക്ക് ഞാൻ വേർഡ്സ് പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ നിങ്ങൾ ABCD അറിയാത്തവരായിരുന്നു എന്നുണ്ടെങ്കിൽ I must have started with alphabets. So what we communicate should, how we communicate should depend on who our audience are. നിങ്ങളുടെ ലെവൽ ഓഫ് നോളജ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം കമ്മ്യൂണിക്കേഷൻ
ടേക്ക് പ്ലേസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇസ് സിംപ്ലിഫൈ യുവർ സ്ട്രക്ചർ, ദാറ്റ് ഇസ് യൂസ് എ ക്ലിയർ ആൻഡ് കോൺസൈസ് സ്ട്രക്ചർ. അതായത് ആദ്യം നടുഭാഗം പറയുക, പിന്നെ അവസാനം പറയുക, പിന്നെ ആദ്യം പറയുക, അവസാനം ചെയ്യേണ്ട കാര്യം ആദ്യം പറയുക, രണ്ടാമത് ചെയ്യേണ്ട കാര്യം മൂന്നാമത് പറയുക. ഇങ്ങനെ ആ സ്ട്രക്ചറിനെയും നിങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യരുത്. ഓൾറെഡി കോംപ്ലക്സ് ഐഡിയ ആണ് പ്രസന്റ് ചെയ്യുന്നത്, സോ അതിനെ എത്രയും സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റും അത്രയും സിംപ്ലിഫൈ ചെയ്ത് പറയാൻ ശ്രമിക്കുക. സോ സിംപ്ലിഫൈ ദ സ്ട്രക്ചർ. നെക്സ്റ്റ് ഇസ് ക്ലാരിഫൈ യുവർ language. Avoid jargon and ambiguity because we are communicating something new and there are high chances for having confusions. Define acronyms and technical terms. നമ്മൾ പുതുതായിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ആക്രോണിംസോ, അതായത് ആക്രോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നമ്മൾ SBI എന്ന് പറയുന്നത് ആക്രോണിം ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഷോർട്ട്, ഇപ്പൊ EEP എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നതിന്റെ ആക്രോണിം ആണ് EEP. സോ അത്തരത്തിലുള്ള ആക്രോണിംസ് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. So in case if you are using any acronyms in your speech or any technical terms, you should also give the operational definitions of those acronyms and technical terms so that your speech is clear to everyone. Use metaphors, analogies or stories to illustrate your idea. Metaphors, analogies എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറ്റെന്തെങ്കിലും പുതുതായിട്ടൊരു കോൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന എന്തെങ്കിലുമായിട്ട് അതിനെ എന്താണ് താരതമ്യം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും പുതിയൊരു മെഷീനിന്റെ വർക്കിംഗ് പറയാണ് എന്ന് വിചാരിക്കാം. അപ്പോ നമുക്ക് ഓൾറെഡി അറിയുന്ന മെഷീൻ പോലെ എന്താ ഇപ്പൊ അയൺ ബോക്സ്, അപ്പൊ ഈസി ആയിട്ട് ഇത് പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ ഹീറ്റർ നിങ്ങളുടെ വീട്ടിൽ ഫിക്സ് ചെയ്യുമ്പോൾ അയൺ ബോക്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ഇത് പ്ലഗ് ഇൻ ചെയ്യുക. പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ അയൺ ബോക്സും ലൈറ്റ് കത്തുന്നത് പോലെ ഈ ഒരു വാട്ടർ ഹീറ്ററുമിലും ലൈറ്റ് കത്തും. ലൈറ്റ് ഓഫ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഗ്രീൻ ലൈറ്റ് ഉള്ളപ്പോൾ മാത്രം യൂസ് ചെയ്യാം, റെഡ് ലൈറ്റ് ഉള്ളപ്പോൾ. അപ്പൊ എന്താണ്, അയൺ ബോക്സ് എല്ലാവർക്കും കൂടുതൽ അറിയുന്ന, കൂടുതൽ ഫെമിലിയർ ആയ, കൂടുതൽ കംഫർട്ടബിൾ ആയ ഒരു ഗാഡ്ജറ്റ് ആണ് അയൺ ബോക്സ് എന്ന് പറയുന്നത്. ബട്ട് വാട്ടർ ഹീറ്റർ ആ വീട്ടിൽ പുതിയതാണ്. അപ്പൊ എന്താണ്, അതിനെ കൂടുതൽ ആൾക്കാർക്ക് അറിയുന്ന സാധനങ്ങളുമായിട്ട് അനലോഗി, ദാറ്റ് ഇസ് ടു ഫെമിലിയറൈസ് വിത്ത് സംതിങ് വി ഓൾറെഡി നോ. അനലോഗി യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാനൊരു പ്രശ്നത്തിൽ പെട്ടു, അപ്പോ ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്തായിരുന്നു ചെയ്തത് എന്നോർത്ത് വീണ്ടും ചെയ്യുന്നതിനെയാണ് അനലോഗി യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് മുമ്പ് അതുപോലത്തെ ഒരു സിമിലർ സിറ്റുവേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു അതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് അനലോഗി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എൻഗേജ് യുവർ ഓഡിയൻസ്. ഒരു കോംപ്ലക്സ് ഐഡിയ പ്രസന്റ് ചെയ്യുമ്പോൾ ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് ചാറ്റ് ബോക്സിൽ യെസ് നോ എന്തെങ്കിലുമൊക്കെ പറയാൻ പറയുന്നത്. സോ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ ഒന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് യൂസ് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ്, കഥ പറയുന്നത് പോലെ പറയുമ്പോൾ, അതായത് കൃത്യമായ ഒരു സ്ട്രക്ചറിൽ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാവും. ആൻഡ് put complicated information in a memorable and digestible format. Digestible format എന്ന് പറഞ്ഞാൽ, ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദഹനം എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇവിടെ ഇപ്പൊ ഡൈജസ്റ്റബിൾ ഫോർമാറ്റ് എന്നുള്ള ഒരു യൂസേജ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ. ചിലർ പറയും, ഓ ഐ കാൻ ഡൈജസ്റ്റ് ദിസ് ബുക്ക്. ഐ കാൻ ഡൈജസ്റ്റ് ദിസ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോ ബുക്ക് പറിച്ച് തിന്നിട്ടല്ല പറയുന്നത്, മറിച്ച് എന്താണ്, അത് വായിച്ചിട്ട് മനസ്സിലാവാത്തപ്പോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ത്, ഐ കാൻ ഡൈജസ്റ്റ് ദിസ് ബുക്ക്. ഓക്കെ, എനിക്കിത് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ ഒരു ഒപ്പീനിയൻ പറഞ്ഞു, നമുക്ക് ഒപ്പീനിയൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും വി കൻ ടെൽ ഐ കാണ്ട് ഡൈജസ്റ്റ് ഹിസ് ഒപ്പീനിയൻസ്, ഐ കാണ്ട് ആക്സെപ്റ്റ് ഹിസ് ഒപ്പീനിയൻ എന്ന് പറയുന്ന പോലെ തന്നെ യു കൻ യൂസ് ഐ കാൻ ഡൈജസ്റ്റ് ഹിസ് ഒപ്പീനിയൻ. ഓക്കെ, സോ ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫോർമാറ്റിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ പുതിയ ഐഡിയാസ് പ്രസന്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി മോർ കൺവിൻസിങ് ആൻഡ് മോർ അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ് ഇസ് ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. നമ്മളൊരു പുതിയ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പല ഡൗട്ട് ഉണ്ടാവും, ഇതെന്താ, ഇതിനെപ്പോ ഇതിന്റെ ആവശ്യം. സോ ആസ്ക് റൈറ്റ് ക്വസ്റ്റ്യൻസ്, ആൾക്കാരെ തോട്ട്ഫുൾ ആക്കുന്ന, ആൾക്കാരെ ചിന്തിപ്പിക്കുന്ന, ഓ ശരിയാണല്ലേ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് ഉപകാരപ്പെടും എന്ന രീതിയിൽ അവർക്ക് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓഡിയൻസിന്റെ അടുത്ത് ചോദിക്കുക. ദാറ്റ് വിൽ ക്രിയേറ്റ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടോപ്പിക്. ഓക്കെ, ഫൈനലി പങ്ക്ച്വേഷൻ. നമ്മൾ എഴുതുമ്പോൾ കുത്തും കോമയും ഇടുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ സംസാരിക്കുമ്പോഴും ചെയ്യുന്നത്. ഐ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ്. Know your purpose, make sure you don't overcomplicate idea, know your audience, simplify your structure, use a clear and concise structure.
എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ ഇപ്പൊ ഈ ഒരൊറ്റ സെന്റൻസ് ആക്കി ഇവിടെ 3-4 സെന്റൻസ് പറഞ്ഞതിൽ നിന്ന് ഡിഡ് എനിവൺ അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്? അതേസമയം പങ്ക്ച്വേഷൻസിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? നോ യുവർ പേർപ്പസ്. മേക്ക് ഷുവർ യു ഡോണ്ട് ഓവർ കോംപ്ലിക്കേറ്റ് യുവർ ഐഡിയ. സോ ആ ഒരു പോസ് കോമയാണോ ഫുൾ സ്റ്റോപ്പ് ആണോ എന്നുള്ളത് നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാവണം. സോ റൈറ്റിംഗിൽ മാത്രമല്ല സ്പീക്കിങ്ങിലും പങ്ക്ച്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. പലപ്പോഴും റൈറ്റിംഗിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് സ്പീക്കിങ്ങിൽ പങ്ക്ച്വേഷൻ. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് മീനിങ് ആയിട്ട് സെന്റൻസുകൾ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഫൈനലി റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്. നിങ്ങളുടെ ജേർണലിംഗ് എക്സ്പീരിയൻസ് ആരെങ്കിലും ഒരാളൊന്ന് ഷെയർ ചെയ്യോ? അൺമ്യൂട്ട് ചെയ്തിട്ട് share insight from your reflective practice over the week, discussing growth areas, achievements and unexpected challenges. ഈ ഒരു ലാസ്റ്റ് വീക്കിൽ നിങ്ങളുടെ ഒരു ഇൻസൈറ്റ് എന്താണ്? ആക്ടിവിറ്റീസ് ഏത് രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു? നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയ ഏരിയ ഏതാണ്? അച്ചീവ്മെന്റ് എന്താണ്? ഓർ നിങ്ങൾ ഫേസ് ചെയ്ത ബുദ്ധിമുട്ട് എന്താണ്? എനിവൺ? First of all, a very big congratulations to Amina for doing all the activities regularly, and I'm very sure you can see the results in you. ഇല്ലേ, ഇംപ്രൂവ്മെന്റ് കാണാൻ പറ്റുന്നില്ലേ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ? Yes, ma'am. But actually, I don't have anyone to talk in English, so I want to use this opportunity. Okay, Sure, can sure. I? You're completely open to this opportunity. You can speak whatever you want regarding your EEP journey, English Enrichment Program journey. My ബന്ധപ്പെട്ട് എന്തും പറയാം. Yes, you can start. One of my achievements is actually I have seen expansion of my vocabulary. Can you please hold your mic a bit closer to you? Okay, ma'am. Can you hear now? Okay, I have seen expansion in my vocabulary. Actually, I learn new words per day. I wrote down new words in a small book so as to use that words every day. Actually, I have developed my writing skills also. I start to write stories, professional emails also. Actually, while writing the story, I am thinking a lot to use creative words also. So I have improvement in my creative thoughts too. And then actually use record my own voice, and actually by recording my voice, I can see if there is any improvement in my speaking skills also. So I usually record my voice every day. Actually, there is lot of improvement too in my pronunciation. Actually, I don't talk a lot, so that I have to use my words. Ma'am, can you understand what I'm saying? Yes. Oh, yes, of course I can. Very good, Amina. Thank you so much for this. You have improved a lot. അതായത് അമീനയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ആക്ടിവിറ്റീസ് ഞാൻ ഓർക്കുന്നുണ്ട്. From that short stories, you are able, from that short story, starting with the short stories, today you are able to write this long story. And speaking, actually you don't have much grammar mistakes. The only problem is നമ്മൾ സ്ഥിരമായി സംസാരിക്കാത്തത് കൊണ്ട് ആ ഒരു ഫ്ലുവൻസിയിൽ വരുന്ന ഒരു സ്ലോനെസ് ഉണ്ട്. നമ്മൾ അധിക പേരും സംസാരിക്കുമ്പോൾ മറ്റേ ആ ഒരു ആലോചിക്കാൻ എടുക്കുന്ന ആ ഒരു ടൈമില്ലേ, അത് നമ്മളുടെ ആരെയും കുറ്റമല്ല. നമ്മൾക്ക് ഡെയിലി ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടാത്തതിന്റെ, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചുറ്റുവട്ടം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. സോ എന്താണ്, ഇല്ലാത്തവർ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുക. ടോക്ക് ടു യുവർ സെൽഫ്, റെക്കോർഡ് യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന തോട്ട്സ് നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കുക. ഹിയർ ഇറ്റ് യുവർ സെൽഫ്. അപ്പൊ നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷനിൽ വരുന്ന ഇംഗ്ലീഷ് നമ്മൾ പഠിച്ച് പിന്നെ വേറൊരാൾ പറയാതെ തന്നെ നമ്മൾക്ക് ഗ്രാമർ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾക്ക് തന്നെ സാധിക്കും. ചിലപ്പോൾ എന്താണ് കൃത്യമായ മിസ്റ്റേക്ക് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഓക്കെ, സോ ആസ് യു സെഡ്, യു ആർ നോട്ട് ഗെറ്റിംഗ് മച്ച് ഓപ്പർച്യൂണിറ്റീസ് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. ഇവരൊക്കെ പറഞ്ഞതുപോലെ you can start chatting to your friends or someone in English. Okay, appuram speaking is different, but എന്താ പറയാ, അറ്റ്ലീസ്റ്റ് അങ്ങനെ ആരെങ്കിലും വോയിസ് അയക്കാൻ, ഇംഗ്ലീഷിൽ വോയിസ് അയച്ച് തമ്മിൽ സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ,
Okay, thank you, Amina, so much. Keep going. Next is നമ്മൾ നമ്മുടെ ഗോൾസ് എപ്പോഴും റീഅറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. പലരും വീക്ക്ലി ഗോൾസും മന്ത്ലി ഗോൾസും വെക്കുന്നുണ്ടാവാം, പക്ഷെ അത് കൃത്യമായി അതുപോലെ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. നോ വറീസ്. സോ എന്നും പറഞ്ഞ് ഗോൾസ് ഉണ്ടാക്കി അത് വെറുതെ ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കാനല്ല കേട്ടോ. ബട്ട് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഗോൾസിലെ മാറ്റങ്ങൾ എന്താണ്, നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു പേസിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായാൽ what you should do is come back and rearrange your goals. Okay, so first is identify the level of knowledge needed. അതായത് നമുക്ക് ഏതൊരു ലെവൽ വരെ എത്തേണ്ടതുണ്ട്, വാട്ട് ഇസ് ആർ ഗോൾ പോയിന്റ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുക. ഗോൾ പോയിന്റ് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് ഗോളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് identify your goal or what level of knowledge you need to inculcate. Second one is use the acronym SMARTER. SMART എന്തായിരുന്നു? It should be specific, it should be measurable, it should be achievable, it should be relevant, and it should be timely. ഒരു ടൈം പീരിയഡിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. Then few questions to ask yourself while setting goals are, what do you want to learn? നിങ്ങൾക്ക് ഇനി പഠിക്കേണ്ടതായ അല്ലെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? What do you want to learn? Okay, that's the first one. Next is how will you learn it? നിങ്ങൾ അത് എങ്ങനെ പഠിക്കും? ഇപ്പോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ലൈവ് സെഷനിൽ നിന്ന് കിട്ടുന്നുണ്ടാവും, ബട്ട് യു ആർ നോട്ട് ഗെറ്റിംഗ് എവറിഥിങ് ഫ്രം ഹിയർ. സോ ഹൗ വിൽ യു ലേൺ ഇറ്റ്? ഓക്കെ, ഐഡന്റിഫൈ ദ റിസോഴ്സസ് ഫ്രം വേർ യു ക്യാൻ ലേൺ ഇറ്റ്. നെക്സ്റ്റ് ഇസ് ഹൗ വിൽ യു മെഷർ യുവർ പ്രോഗ്രസ്? നമ്മൾ ഇംപ്രൂവ് ആയിട്ടുണ്ടോ ഇല്ലേ ഒന്ന് മനസ്സിലാക്കണ്ടേ? വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടല്ലേ നമുക്ക് സ്കൂൾസിലൊക്കെ എക്സാംസ് ഉള്ളത്. സോ ഹൗ വിൽ യു മെഷർ യുവർ സെൽഫ്? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ജഡ്ജ് വെക്കുക. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ട്, ഇപ്പൊ നമ്മളോട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലായിരുന്നു മക്കൾ പഠിക്കുന്നത് ഊട്ടിയിലാണ്, അവരുമായി അവിടെ ചെല്ലുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് പഠിക്കാൻ നീറ്റാണ് ഇതിൽ ജോയിൻ ചെയ്തത് എന്ന്. സോ എന്താണ്, മക്കൾ ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടെങ്കിൽ അവരോട് അസസ് ചെയ്യാൻ പറയുക. അല്ലെങ്കിൽ എല്ലാ സൺഡേസും നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്യുക. എല്ലാ സൺഡേസും. സോ ഇന്ന് റെക്കോർഡ് ചെയ്ത് ഇന്നൊരു വോയിസ് റെക്കോർഡ് ചെയ്തതിനു ശേഷം പ്രീവിയസ് സൺഡേയിൽ വോയിസ് എടുത്ത് കേൾക്കുക. അതിനേക്കാൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ റിഗ്രസ് ആവുകയാണോ, ഇംപ്രൂവ്മെന്റ് ഇല്ലാതെ നമ്മൾ ഒന്നുകൂടെ പുറകോട്ട് പോവുകയാണോ സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ക്രിയേറ്റ് യുവർ ഓൺ മെഷറിംഗ് ടെക്നിക്. നെക്സ്റ്റ് ഇസ് യുവർ ഗോൾ അച്ചീവബിൾ? 1 മന്തിൽ ഞാൻ ഇംഗ്ലീഷിൽ മാസ്റ്റർ ആവും എന്നൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് അച്ചീവബിൾ. സോ പിന്നെ നമ്മളുടെ എല്ലാവരുടെയും ലേണിംഗ് പേസ് ഡിഫറെന്റ് ആണ്. ചിലർക്ക് 3 മന്ത്സിൽ എന്താണ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് സ്കിൽസ് അക്വയർ ചെയ്ത് തുടങ്ങാൻ സാധിക്കും, പക്ഷെ ചിലർക്ക് 6 മന്ത്സ് എടുക്കും. സോ ഇറ്റ് ഇസ് യു ഹു നോ യുവർ സെൽഫ് ദ ബെസ്റ്റ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ബാക്കി സ്കെഡ്യൂൾസ് എന്താണ്, എത്ര സമയത്തിന് ചെലവഴിക്കാൻ പറ്റും, നിങ്ങളുടെ പേസ് ഓഫ് ലേണിംഗ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്കാണ് കൃത്യമായി അറിയുന്നത്. ഓക്കെ, സോ തിങ്ക് എങ്ങനത്തെ ഗോൾ വെച്ചാലാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനം എടുക്കുക. ദെൻ വൈ ഇസ് ദിസ് ഗോൾ ഇമ്പോർട്ടന്റ് ടു യു? അതായത് എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്? ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം, എന്തിന്? വൈ ആം ഐ ഡൂയിങ് ഇറ്റ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. ബിക്കോസ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി യുവർ മോട്ടിവേഷൻ. വൈ ഡു യു വോണ്ട് ടു സ്റ്റഡി ദിസ് ഓർ വൈ ഡു യു വോണ്ട് ടു അച്ചീവ് ദിസ് ഗോൾ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതായത് ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടല്ല കേട്ടോ, ആ ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ഇസ് റൈറ്റ് ഡൗൺ യുവർ ഗോൾസ്. എഴുതി വെക്കുക. ഉള്ളിൽ നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷെ അത് എഴുതി വെക്കുക. സോ നമ്മളത് എപ്പോഴും കാണുമ്പോൾ അത് നമ്മൾക്കൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആണ്. നെക്സ്റ്റ് ഇസ് ഡെവലപ്പ് ആൻ ആക്ഷൻ പ്ലാൻ. അതായത് ഒരു ദിവസം എത്ര നേരം പഠിക്കും, എങ്ങനെയൊക്കെ പഠിക്കും, ആരുടെ കൂടെയൊക്കെ പഠിക്കും, എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. നെക്സ്റ്റ് ഇസ് പ്രിപ്പയർ എ ടൈം ലൈൻ ഫോർ യുവർ പ്ലാൻ. ഒരു ടൈം ലൈൻ, അതായത് 1 വീക്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങളായിരിക്കും ചെയ്യുക. ദെൻ 7th day to 14th day ഇതായിരിക്കും ചെയ്യുക. ഇപ്പൊ നമുക്ക് ഈ EP പ്രോഗ്രാമിന് കൃത്യമായ ഒരു ടൈം ലൈൻ ഉണ്ട്. ഇറ്റ് ഈസ് എ 365 days പ്രോഗ്രാം in which we have completed 190 days. Okay, so നിങ്ങളുടേതായ സ്റ്റഡി പ്ലാനിൽ നിങ്ങളൊരു ടൈം ലൈൻ ചെയ്യേണ്ടതുണ്ട്. So with that, we are done with today. Next week we'll be looking into non-verbal communication, analyzing complex English text, the art of translation and language learning, workplace English role play recap, exploring idioms for English speaking world, then public speaking practice, and reflective goal setting. ഓക്കെ, അത് എന്നും അതങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ഗോൾ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ വീക്കും ഈ ഒരു റിഫ്ലക്ഷനും ഗോൾ സെറ്റിംഗും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ വിത്ത് ദാറ്റ് വി ആർ ഡൺ ടുഡേ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും
suggestions or questions or queries or anything. Geeta has said, actually, I joined the course in last week. This is the 4th class, so just trying to come with others who didn't attempted any activities. Okay. So didn't attempt any activities ആണ് കേട്ടോ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് attempted. ഇവിടെ didn't എന്നുള്ളത് already past tense-ലാണ്. So didn't attempt any activities എന്ന് മതി. Okay, Geeta. So മെന്ററിന്റെ അടുത്തുനിന്ന് ആക്ടിവിറ്റീസ് കിട്ടാഞ്ഞിട്ടല്ലേ, അപ്പൊ അതൊന്ന് മെന്റർ ആയിട്ട് കണക്ട് ചെയ്യും കേട്ടോ. ഈവൻ ഐ ഓൾസോ കണക്ട് വിത്ത് അക്ഷര. യു ഓൾസോ ജസ്റ്റ് കണക്ട് വിത്ത് ഹെർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? Any additions, any suggestions, any complaints, any feedbacks? Okay, I hope no one is having anything. So shall we call it a day? Attempted activities except 179 and 182. Okay, Kavita, very good. So you've attempted 5 on 7 activities. Very good. So by next week, make it 7 on 7. Okay, very good. So with that, we are winding up today. See you all next week.